ഈ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് വൺ ഡേ വാക്സ് ഇൻ ദ വേൾഡ് എന്ന് പറയുന്നത് അത് ടോങ്കാറിറോ ക്രോസിംഗ് ആണ്. തുടക്കത്തിലൊന്നും വലിയ കുഴപ്പമില്ല, ചെറിയ സമതല പ്രദേശത്തൂടെയൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ഈ രാത്രി അവിടുത്തെ തണുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു -2 -3 ഒക്കെ പോകും. കുറച്ചങ്ങ് ചെന്ന് കഴിഞ്ഞാൽ ഒരു ഭയങ്കര വലിയൊരു കയറ്റമുണ്ട്, ഒരു 1600 മീറ്ററിലോട്ട് കയറും. അതൊരു ഡെവിൾസ് സ്റ്റെയർ കേസ് എന്നൊക്കെ പറയുന്നത്. പീറ്റർ മറ്റേ മിലിറ്ററി മാൻ ആണല്ലോ, അപ്പോൾ പുള്ളി പോൾസ് എന്ന് കല്ല് വെച്ചിട്ട് ഒരു സ്ഥലത്ത് എഴുതി ഡയറക്ഷനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ ചെന്നപ്പോൾ അവർ വിചാരിച്ച് ഞാൻ ലോസ്റ്റ് ആയിരുന്നു. എൻ്റെ പേര് പോൾസ് ഡേവിസ്. ഞാൻ ആലുവയാണ് വീട്. ഞാൻ എൻ്റെ പഠനകാലത്ത് ഒരു 16 ദിവസത്തെ ന്യൂസിലാൻഡ് ട്രിപ്പ് ചെയ്തായിരുന്നു. അതിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഞാൻ ന്യൂസിലാൻഡിൽ എത്തുന്നത് 2014 മാസ്റ്റേഴ്സ് ചെയ്യാനായിട്ട് യൂണിവേഴ്സിറ്റി ഓഫ് ഓക്ലൻഡ്. അപ്പോൾ ഓക്ലൻഡ് എന്ന് പറഞ്ഞാൽ ന്യൂസിലാൻഡിലെ ഏറ്റവും വലിയ സിറ്റിയാണ്. അവിടെ ന്യൂസിലാൻഡിൽ 50 ലക്ഷം പോപ്പുലേഷൻ ഉള്ളതിൽ ഒരു 20 ലക്ഷം ആളുകൾ ഓക്ലൻഡ് ഏരിയയിലാണ്. പക്ഷേ ഓക്ലൻഡിന് പ്രത്യേകതയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ വോൾക്കാനിക് പീക്സ് ഉണ്ട് അപ്പുറം ഇപ്പുറമൊക്കെ. ഒരു റങ്കിട്ടോട്ടോ എന്ന് പറഞ്ഞൊരു പീക്കുണ്ട്, മൗണ്ട് ഈഡൻ, അങ്ങനെ കുറേ പീക്സൊക്കെ ഉണ്ട്. അപ്പം തൊട്ടടുത്തുള്ള സ്ഥലങ്ങളൊക്കെ കണ്ട് തുടങ്ങി. പിന്നെ കുറേ ക്ലബ്ബുകളിലൊക്കെ ചേർന്നു. ട്രാമ്പിംഗ് ക്ലബ്, കയാക്കിംഗ് ക്ലബ്, റോക്ക് ക്ലൈമ്പിംഗ്, പിന്നെ സ്നോ സ്പോർട്സ് ക്ലബ്. അങ്ങനെ യൂണിവേഴ്സിറ്റിയിൽ അങ്ങനെ കുറേ അഡ്വാൻറ്റേജ് ഉണ്ട്. ന്യൂസിലാൻഡിൽ ട്രെക്കിങ്ങിന് ഒരു ട്രാമ്പിംഗ് എന്നാണ് പറയുന്നത്. ചില സമയത്ത് നമ്മൾ കൈയൊക്കെ ഉപയോഗിച്ച് കുറച്ച് പാറയൊക്കെ കയറി പോകേണ്ടതുകൊണ്ട് കുറച്ചുകൂടെ ഒരു ചലഞ്ചിങ് ട്രക്കാണ്. അതിനിടയ്ക്ക് ഒരു പുള്ളിയെ പരിചയപ്പെട്ടു, ഒരു സിംഗപ്പൂറുകാരൻ എക്സ്ചേഞ്ച് സ്റ്റുഡൻറ്റ് പീറ്റർ. അപ്പോൾ പുള്ളി ഇങ്ങനെ ഒരു 2 കോഴ്സ് ന്യൂസിലാൻഡിൽ ചെയ്യാൻ വന്നതാണ്, യൂണിവേഴ്സിറ്റി ഓഫ് ഓക്ലൻഡിൽ. അപ്പോൾ പുള്ളിക്ക് അതിനിടയ്ക്ക് തന്നെ ന്യൂസിലാൻഡ് മാക്സിമം കാണണം. പുള്ളിക്ക് അറിയാം ഏതൊക്കെ സ്ഥലത്ത് പോകേണ്ടതെന്ന് പുള്ളിക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് ചോദിച്ചു ഞാൻ വരുന്നുണ്ടോ. ഞാൻ റെഡിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 4 പേരായിട്ട്, 2 സിംഗപ്പൂർ, ഒരു ചൈനീസ്, ഒരു പയ്യൻ ഹാൻ എന്ന് പറഞ്ഞിട്ട്, പിന്നെ ഞാനും, അങ്ങനെ ഞങ്ങളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുവാണ്. അപ്പോൾ പീറ്ററാണ് എല്ലാം പ്ലാൻ ചെയ്യുന്നത്. പുള്ളി ന്യൂസിലാൻഡിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ എല്ലാം അറിയാം, പുള്ളിക്ക് ഏതൊക്കെ സ്ഥലത്ത് പോകണം എല്ലാം അറിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളി ഇങ്ങനെ പ്ലാൻ ചെയ്തു. കുറച്ച് സ്ഥലങ്ങൾ നോർത്ത് ഐലൻഡിൽ, അത് കഴിഞ്ഞിട്ട് നമ്മൾ സൗത്ത് ഐലൻഡിൽ പോകുന്നു, ഒരു റോഡ് ട്രിപ്പ് പോലെ സൗത്ത് ഐലൻഡ് ഫുള്ള് പോകുന്നു. അപ്പോൾ ഒരു 16 ദിവസത്തെ ട്രിപ്പ് പുള്ളി ഇങ്ങനെ പ്ലാൻ ചെയ്തു. അപ്പോൾ ഞങ്ങളെല്ലാവരും വളരെ എക്സൈറ്റഡ് ആയിട്ട് ജോയിൻ ചെയ്തു. അപ്പോൾ ഓക്ലൻഡിൽ നിന്ന് നമ്മളൊരു റെൻ്റൽ കാർ എടുത്തിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഓക്ലൻഡിൽ നിന്ന് ഡ്രൈവ് ചെയ്താണ് പോകുന്നത് കേട്ടോ. ഈ ന്യൂസിലാൻഡ് ഡ്രൈവ് ചെയ്യാൻ നല്ല എളുപ്പമാണ്, ഹൈവേസൊക്കെ നല്ല എളുപ്പമാണ്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ റോഡൊക്കെ നാരോ ആവും. അപ്പോൾ വളരെ ചെറിയ 2 ലൈനുള്ള റോഡൊക്കെ ആയിരിക്കും. ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് പോകുന്നു. ഗ്ലോവേം കേവ്സിലെത്തി. ന്യൂസിലാൻഡിൽ കുറേ സ്ഥലത്ത് ഈ ഗ്ലോവേം കേവ്സ് ഉണ്ട്. അത് ഒരു പ്രത്യേക വേമാണ്. പക്ഷെ അതിൻ്റെ ആ ഡാർക്ക് ഇൻറ്റീരിയറിൽ അതിന് നല്ല ഗ്ലോ ചെയ്യുന്നൊരു നല്ലൊരു ഫീലിംഗ് ഉണ്ട്. അപ്പോൾ ഈ വൈറ്റമോ കേവ്സ് ഭയങ്കര ഫേമസാണ്. അതിൻ്റെ ഉള്ളിൽ അവരൊരു വഞ്ചിയിൽ കൊണ്ടുപോകും നമ്മളെ. അപ്പോൾ 2 സൈഡിലും നോക്കിയാൽ ഫുള്ള് ഇങ്ങനെ ഗ്ലോവേംസ് നിൽക്കുന്നതായിട്ട് നല്ലൊരു ഭയങ്കര ഒരു അറ്റ്മോസ്ഫിയറാണ്. അത് കഴിഞ്ഞിട്ട് ഒരു ബ്ലാക്ക് വാട്ടർ റാഫ്റ്റിംഗ് എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. ഒരു റാഫ്റ്റിങ്ങും ഉണ്ട് അത് കഴിഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു എക്സ്പീരിയൻസാണ് അത് ഗ്ലോവേം കേവ്സ്. അതിൻ്റെ അടുത്ത് തന്നെ ഒരു ലൈം സ്റ്റോൺ കേവ് ഉണ്ട്. ആ ലൈം സ്റ്റോൺ സ്ട്രക്ചേഴ്സൊക്കെ ഞാൻ ശരിക്കും ആദ്യമായിട്ടാണ് കാണുന്നത്, അതിൻ്റെ ഒരു സ്ട്രക്ചേഴ്സെല്ലാം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെയും അവിടെ നിന്ന് ഡ്രൈവ് ചെയ്ത് ടോപ്പോ എന്ന് പറയുന്ന സ്ഥലത്തെത്തി. അപ്പം ലേക്ക് ടോപ്പോ എന്ന് പറയുന്ന ഒരു ക്രേറ്റർ ലേക്കാണ്. ഈ ടോപ്പോ എക്സ്പ്ലോഷൻ, വോൾക്കാനിക് എക്സ്പ്ലോഷൻ നടന്നത് കുറേ thousands of years മുമ്പാണ്. പക്ഷെ അത് വേൾഡിലെ തന്നെ ഒരു ഭയങ്കര ഒരു എക്സ്പ്ലോഷൻ ആയിരുന്നു അത്. അപ്പോൾ ആ ടോപ്പോ ലേക്കിൻ്റെ ആ സൈസ് തന്നെ ഭയങ്കര വലുതാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു, ഫുഡൊക്കെ കഴിച്ചു. അവിടെ നിന്നൊക്കെ നല്ല വ്യൂ ആണ് കേട്ടോ. ലേക്കിൻ്റെ അപ്പുറത്ത് നല്ല മൗണ്ടൻസിൻ്റെ വ്യൂ ഒക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പിന്നെയും അടുത്ത സ്ഥലത്തോട്ട് പോവുക. അപ്പോൾ പിന്നെ പോകേണ്ടത് ടോങ്കാറിറോ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് വൺ ഡേ വാക്സ് ഇൻ ദ വേൾഡ് എന്ന് പറയുന്നത് അത് ടോങ്കാറിറോ ക്രോസിംഗ് ആണ്. അത് ശരിക്കും ഒരു 20 കിലോമീറ്റർ ഉണ്ട് ശരിക്കും ഫുൾ സ്ട്രെച്ച്. ഒരു 10-12 മണിക്കൂർ കൊണ്ട് ക്രോസ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് കുറച്ച് പാടാണ്. ഈ ട്രെക്കിങ് അറിയാത്തവർ പോയി കഴിഞ്ഞാൽ ഭയങ്കര പാടാണത് ശരിക്കും. നമ്മുടെ അടുത്ത് നല്ല ലേയേഴ്സ് വേണം, പിന്നെ നല്ല ഫുഡ് വേണം, ഹെൽത്തിയും ആയിരിക്കണം.
അപ്പോൾ ഈ ഹാൻ അത്ര ട്രാമ്പിങ് എക്സ്പേർട്ടൊന്നുമല്ല, പുള്ളിയുടെ അത് നല്ല ഷൂ ഒന്നുമില്ല. പക്ഷെ നമ്മൾ പോകുന്ന സ്ഥിതിക്ക് എല്ലാവരും കയറും അതിൽ. അപ്പം തുടക്കത്തിലൊന്നും വലിയ കുഴപ്പമില്ല, ചെറിയ സമതല പ്രദേശത്തൂടെയൊക്കെയാണ് പോകുന്നത്. കുറച്ചങ്ങ് ചെന്ന് കഴിഞ്ഞാൽ ഒരു ഭയങ്കര വലിയൊരു കയറ്റമുണ്ട്, ഒരു 1600 മീറ്ററിലോട്ട് കയറും. അതൊരു ഡെവിൾസ് സ്റ്റെയർ കേസ് എന്നൊക്കെ പറയുന്നത്. പിന്നെ നമ്മൾ ബ്രേക്ക് എടുക്കും, കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ച്, അപ്പോൾ ഈ പ്രോട്ടീൻ ബാറും അതൊക്കെ കൊണ്ടുപോകും. അപ്പം അതൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് കുറേ വെള്ളം കൊണ്ടുപോകണം. എന്ന് വെച്ചാൽ അതിൻ്റെ പോകുന്ന വഴിക്ക് വെള്ളം എടുക്കാൻ വേറെ സ്ഥലമൊന്നുമില്ല. അപ്പോൾ കുറച്ച് നേരം വെയിറ്റൊക്കെ ചെയ്ത് പയ്യെ പയ്യെ ഞങ്ങൾ കയറി. ആക്റ്റീവ് വോൾക്കാനോ ആണ് ശരിക്കും, മൗണ്ട് ടോങ്കാറിറോയും മൗണ്ട് റുവപ്പേഹവും. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ സ്മോക്ക് വരുന്നത് കാണും. റെഡ് ക്രേറ്റർ ഉണ്ട്, നല്ല നല്ല ഭയങ്കര കളർഫുൾ സ്ഥലമാണ്. ഒരിടത്ത് റെഡ് കാണും, ഒരിടത്ത് പച്ച കാണും. മറ്റേ ക്രേറ്റർ ലേക്കൊക്കെ പച്ച കളറിലൊക്കെ ആയിരിക്കും. നല്ല ഫോട്ടോ എടുക്കാനൊക്കെ നല്ല അടിപൊളി സ്ഥലങ്ങളാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ടു. അവിടെ നിന്ന് ദൂരേക്ക് നോക്കുകയാണെങ്കിൽ മൗണ്ട് ടെറനാക്കി നിൽക്കുന്നത് കാണും, കുറേ ദൂരേക്ക്. അപ്പം ഞങ്ങൾ രാവിലെ വന്ന് ഒരു ഉച്ചയൊക്കെ ആയപ്പോഴേക്കും മുകളിലെത്തി. അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ താഴോട്ടുള്ള പോക്കാണ്. താഴോട്ട് പോകുമ്പോൾ അവിടുത്തെ ഈ വോൾക്കാനിക് സോയിൽ ആയതുകൊണ്ട് ഇത് ഭയങ്കര ലൂസാണ്. അപ്പം നമ്മൾ കുറേയൊക്കെ സ്ലൈഡ് ചെയ്തൊക്കെ പോകും. ആദ്യമായിട്ടത് പോകുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ താഴെ എത്തിക്കഴിഞ്ഞിട്ടും കുറേ നടക്കണം തിരിച്ച് ചെല്ലണമെന്നുണ്ടെങ്കിൽ. അപ്പം ഏകദേശം രാവിലെ ഒരു 7 മണിക്ക് തുടങ്ങിയിട്ട് വൈകിട്ടൊരു 6:30-7 മണിയൊക്കെ ആയി തിരിച്ചു വന്നപ്പോൾ. ആകെ ടയർഡായി ഈ ഹൈക്കൊക്കെ കഴിഞ്ഞ്. പിന്നെ അന്ന് രാത്രി അവിടെ സ്റ്റേ ചെയ്തു. പിന്നെ പിറ്റേന്ന് അവിടെ നിന്ന് ഡ്രൈവ് ചെയ്ത് വെല്ലിംഗ്ടണിൽ പോകണം. വെല്ലിംഗ്ടൺ എന്ന് പറഞ്ഞാൽ ന്യൂസിലാൻഡിൻ്റെ ക്യാപിറ്റലാണ്. ക്യാപിറ്റൽ സിറ്റി ആണെങ്കിലും ആളുകൾ വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ നോർത്ത് ഐലൻഡിലെ ട്രിപ്പ് ഫുള്ള് കഴിഞ്ഞു. വെല്ലിംഗ്ടണിൽ നിന്ന് ഫ്ലൈറ്റ് എടുത്തിട്ടാണ് സൗത്ത് ഐലൻഡിലോട്ട് വരുന്നത്. അപ്പോൾ സൗത്ത് ഐലൻഡ് എന്ന് പറഞ്ഞാൽ ന്യൂസിലാൻഡിലെ കുറച്ചുകൂടെ മനോഹരമായ ഒരു ഐലൻഡാണ്. എന്ന് വെച്ചാൽ അവിടുത്തെ സദേൺ ആൽപ്സ് ഉണ്ട്, ഈ മൗണ്ട് കുക്ക് തൊട്ട് കുറേ മൗണ്ടൻസ് ഉണ്ട്. അതിൻ്റെ കുറേ ലേക്സ്, ഗ്ലേഷ്യർ ലേക്സ് ഒക്കെ ആയിട്ട് 2-3 നല്ല ഗ്ലേഷ്യേഴ്സും ഉണ്ട്. അപ്പോൾ സൗത്ത് ഐലൻഡാണ് കുറച്ചുകൂടെ കാണാനും ബ്യൂട്ടിഫുൾ, കുറച്ചുകൂടെ റോഡ് ട്രിപ്പിനൊക്കെ കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ഞങ്ങൾ ലാൻഡ് ചെയ്തത് ക്രൈസ്റ്റ് ചർച്ച് എയർപോർട്ടിലാണ്. ക്രൈസ്റ്റ് ചർച്ച് എയർപോർട്ട് എന്ന് പറഞ്ഞാൽ ന്യൂസിലാൻഡിലെ സെക്കൻഡ് ബിഗസ്റ്റ് സിറ്റിയാണ് ക്രൈസ്റ്റ് ചർച്ച്. അവിടെ ലാൻഡ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് റെൻ്റൽ കാർ എടുക്കണം. റെൻ്റൽ കാർ എടുത്തിട്ട് ഡ്രൈവ് ചെയ്ത് ഇനി സൗത്തിലോട്ടാണ് ഇനിയും പോകേണ്ടത്. അപ്പോൾ പോകുന്ന വഴിക്ക് ലേക്ക് ടെക്കാപ്പോ എന്ന് പറഞ്ഞിട്ട് സ്ഥലത്ത് അടുത്ത ബ്രേക്ക്. അപ്പോൾ ലേക്ക് ടെക്കാപ്പോയിലോട്ട് പോകുന്ന റൂട്ട് തന്നെ വളരെ മനോഹരമാണ്. അത് ഒരു സൈഡിൽ നിന്ന് മൗണ്ട് കുക്ക് ഇങ്ങനെ വൈൻഡ് ചെയ്യുന്ന റോഡ്. അപ്പോൾ അവിടെ നിന്നൊക്കെ ഉള്ള ഫോട്ടോ ഭയങ്കര ഫേമസാണ്. പിന്നെ അത് പോയി കഴിയുമ്പോൾ ഒരു ചേർച്ചാണ് ഇല്ലെന്ന്, ചർച്ച് ഓഫ് ഗുഡ് ഷെപ്പേർഡ്. ആ ചേർച്ചും അതിൻ്റെ സറൗണ്ടിങ്സും മൗണ്ടൻസും ഒക്കെ വെച്ചിട്ട് കുറേ ഫോട്ടോസ് ഉണ്ട്. പിന്നെ അവിടെ ആളുകൾ വന്നിട്ട് ഈ ആസ്ട്രോ ഫോട്ടോഗ്രാഫി എടുക്കാൻ വരും. ഇപ്പോൾ ചേർച്ചിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ രാത്രി ഡാർക്ക് സ്കൈ ഉള്ള നല്ല 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 ഫോട്ടോസൊക്കെ. അപ്പം ഈ പുള്ളിക്ക് അറിയാം, ഈ പീറ്റർ എല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയി നേരെ ചേർച്ചിൻ്റെ അവിടെ പോയി ഫോട്ടോ എടുക്കുന്നു. അടുത്ത ഈ ലേക്ക് ടെക്കാപ്പോ, ഇതെല്ലാം മൗറി നെയിമാണ് കേട്ടോ. ന്യൂസിലാൻഡിലെ കുറേ പേരുകളെല്ലാം മൗറി നെയിംസാണ്. അപ്പോൾ ലേക്ക് ടെക്കാപ്പോ എന്ന് പറയുന്ന ഒരു ഗ്ലേഷ്യർ ലേക്കാണ്. പിന്നെ കൂടുതലും ആളുകൾ അവിടെ വരുന്നത്, അതൊരു മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷനാണ്. ക്വീൻസ് ടൗണിലോട്ട് പോകുന്ന വഴിക്ക് എല്ലാവരും ബ്രേക്ക് എടുത്ത് ഭക്ഷണമൊക്കെ കഴിച്ച് പോകുന്നൊരു സ്ഥലമാണ് ലേക്ക് ടെക്കാപ്പോ. ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിലൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ പെൻ ഡ്രൈവിൽ ലഭിക്കുന്നു. ചരിത്രവും ഐതിഹ്യങ്ങളും യഥാർത്ഥ ജീവിതവും ഒത്തുചേരുന്ന ഇന്ത്യൻ കാഴ്ചകളുടെ ഈ അസുലഭ ശേഖരം സ്വന്തമാക്കാൻ 99554422 എന്ന നമ്പറിലേക്ക് ഇന്ത്യ എന്ന് SMS ചെയ്യൂ. നമ്മൾ ഈ ലേക്ക് ടെക്കാപ്പോയിൽ നിന്ന് അടുത്ത ലേക്കിലോട്ട് പുക്കാക്കിലോട്ട് പോകുന്ന വഴിക്ക് കുറേ ക്യാമ്പിംഗ് സൈറ്റ്സ് ഉണ്ട്. അപ്പോൾ കിവീസ് ഇങ്ങനെ ക്യാമ്പർ വാനൊക്കെ ആയിട്ട് വന്നിട്ട് ക്യാമ്പ് ചെയ്യും ലേക്കിൻ്റെ സൈഡിൽ. ഓരോ ലേക്കിന് കളേഴ്സ് വ്യത്യാസമാണ്. ലേക്ക് പുക്കാക്കി കുറച്ചുകൂടി ഒരു ഗ്രീനിഷ് കളറിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു വേറൊരു ലുക്കാണ്. വെള്ളത്തിലിറങ്ങുന്നത് വളരെ കുറവാണ്. വെള്ളത്തിന് നല്ല തണുപ്പാണ്. ഈ ഗ്ലേഷ്യർ ലേക്ക് ആയതുകൊണ്ട് നല്ല തണുപ്പാണ്. പക്ഷെ എന്നാലും കിവീസ് കുറേ കൂടെ അഡ്വഞ്ചേഴ്സ് ആളുകൾ, അവരൊക്കെ വെള്ളത്തിലൊക്കെ ഇറങ്ങി എല്ലാം ചെയ്യാറൊക്കെ ഉണ്ട്. അപ്പം നമ്മളിതൊക്കെ കണ്ട് ആദ്യമായിട്ട് ഇതൊക്കെ കാണുന്ന ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ നമ്മളവിടെ നിന്ന് കുറേ സമയമൊക്കെ സ്പെൻഡ് ചെയ്ത് ഇടയ്ക്ക് 1-2 സ്ഥലത്തൊക്കെ നിർത്തി. നമുക്ക് എത്തേണ്ടത് വനക്കയിലാണ്. വനക്ക എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്. അത് ന്യൂസിലാൻഡിൽ ഈ കുറേ റിച്ച് ആളുകൾ, അവർക്ക് ഈ സ്ഥലങ്ങളും വീടുകളൊക്കെ ഉള്ള സ്ഥലമാണ് വനക്ക.
അതുപോലെ വേൾഡിലെ ബില്യനേഴ്സൊക്കെ അവിടെ സ്ഥലം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് വനക്കയിൽ. അത്ര ബ്യൂട്ടിഫുള്ളാണ് ആ സ്ഥലം. ബാക്ക്ഗ്രൗണ്ട് ഓഫ് മൗണ്ടൻസ്, ലേക്ക്, പിന്നെ അതിൻ്റെ അടുത്തൊരു റോയ്സ് പീക്ക് എന്ന് പറഞ്ഞൊരു പീക്കുണ്ട്. നമ്മൾ സൺറൈസ് ഒക്കെ കാണാൻ കുറച്ച് കയറണം, ഡിഫിക്കൽട്ട് ഹൈക്കാണത്. അതിരാവിലെ കയറണം. ഒരു 4-4:30 ആകുമ്പോൾ തുടങ്ങിയാലേ സൺറൈസിൻ്റെ സമയം അവിടെ എത്തുള്ളൂ. അപ്പം ഞങ്ങളത് പ്ലാൻ ചെയ്തു, പിറ്റേ ദിവസം അവിടെ കയറാമെന്ന്. അപ്പം റോയ്സ് പീക്ക് ഒന്നും പറയാൻ പറ്റില്ല, ചിലപ്പോൾ ചെല്ലുമ്പോൾ ഫുൾ ക്ലൗഡി ആയിരിക്കും, ഒന്നും കാണാൻ പറ്റില്ല. പക്ഷെ ഞങ്ങൾ ചെന്ന ദിവസം നല്ലൊരു കാലാവസ്ഥയായിരുന്നു, സൺറൈസൊക്കെ നന്നായിട്ട് കാണാൻ പറ്റി. പക്ഷെ കയറുന്ന വഴിയെന്ന് പറഞ്ഞാൽ തണുപ്പും ഇടയ്ക്ക് ഈ സ്നോയുടെ അംശമൊക്കെ ഇങ്ങനെ കിടപ്പുണ്ടാവും അതിൽ. അപ്പോൾ അതിലേക്കൂടെ ഇങ്ങനെ പോകുമ്പോൾ പലരും, ഞാൻ കുറച്ച് നേരത്തെ അങ്ങ് എത്തി, പക്ഷെ മറ്റവരൊന്നും എത്തുന്നില്ല. പീറ്ററും കുഴപ്പമില്ല, പുള്ളിക്ക് നല്ല ആരോഗ്യമൊക്കെ ഉണ്ട്. മറ്റവരൊന്നും അങ്ങ് എത്തിയില്ല ആ സൺറൈസിൻ്റെ സമയമായപ്പോൾ. പക്ഷെ മുകളിൽ നല്ല കാറ്റാണ്, ഈ രാവിലെയൊക്കെ നല്ല കാറ്റ്. അപ്പോൾ അധികം നേരം അവിടെ പീക്കിൽ നിൽക്കാൻ പറ്റത്തില്ല. നമ്മൾ വേഗം ഫോട്ടോ ഒക്കെ എടുത്ത് ഉടനെ തന്നെ ഇറങ്ങും. അപ്പം ഞാനത് കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങുന്ന വഴിക്ക് അവിടെ ഒരു ഫാം ലാൻഡ് പോലൊരു സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് സമയം അവിടെയൊക്കെ ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് ഞാൻ തിരിച്ച് കാറിന് അവിടെ എത്തിയപ്പോൾ കുറച്ച് ലേറ്റായി. അപ്പോൾ പീറ്റർ ഭയങ്കര ഡിസിപ്ലിൻഡ് മനുഷ്യനാണല്ലോ, പുള്ളി ആകെ ഇതായി, എന്തുകൊണ്ട് ലേറ്റായി എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ചൂടൊക്കെ ആയി. പിന്നെ അതൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്തു. അങ്ങനെ റോയ്സ് പീക്ക് കഴിഞ്ഞു, വനക്ക കുറച്ച് സമയം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് പിന്നെ പോകേണ്ടത് ക്വീൻസ് ടൗൺ എത്തിയപ്പോൾ തന്നെ കുറച്ച് ലേറ്റായിരുന്നു. അവിടെ സ്റ്റേ ഒക്കെ പുള്ളി തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട്. പീറ്റർ എല്ലാം ഫുള്ളി അറേഞ്ച്ഡാണ്, എല്ലാം ബുക്കിങ്ങും എല്ലാം നടത്തി. അപ്പം ഞങ്ങൾക്ക് കുറച്ച് സുഖമാണ് പുള്ളിയുടെ കൂടെ പോകാനായിട്ട്, പക്ഷെ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ അന്ന് രാത്രി എല്ലാവരും ടയേർഡായിട്ട് ഉറങ്ങി. പിറ്റേന്ന് എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യണം. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ പോയിട്ട് ബുക്ക് ചെയ്യുകയാണ്. അപ്പം ക്വീൻസ് ടൗൺ സ്കൈ ഡൈവിങ്ങിന് ഭയങ്കര ഫേമസ് ആണ്. അവിടുത്തെ സ്കൈ ഡൈവിങ്ങിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല രസമാണ്, ബാക്ക്ഗ്രൗണ്ടും ഒക്കെ ആയിട്ട്. സ്കൈ ഡൈവിങ്ങിന് ബുക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നു. അപ്പോൾ സ്കൈ ഡൈവിങ് സമയമായപ്പോൾ അവർ വിളിച്ചിട്ട് പറഞ്ഞു ഇന്നത്തെ കണ്ടീഷൻസ് മോശമാണ്, അപ്പോൾ സ്കൈ ഡൈവിങ് നടക്കത്തില്ല, അപ്പോൾ ക്യാൻസലായി. അപ്പം ഈ ന്യൂസിലാൻഡ് ഈ അഡ്വഞ്ചർ സ്പോർട്സിൻ്റെ സ്ഥലമാണ് ഈ ക്വീൻസ് ടൗൺ. പക്ഷെ അവർ ഭയങ്കര സേഫ്റ്റി കൺസേൺ ഉള്ള സ്ഥലമാണ്. അപ്പം എന്തെങ്കിലും കണ്ടീഷൻസ് മോശമാണെങ്കിൽ ഒന്നും നടത്തില്ല. അപ്പോൾ സ്കൈ ഡൈവിങ് നടന്നില്ല. 1-2 പേര് പോയി, ആരോ പോയി ബഞ്ചി ജമ്പിങ് ചെയ്തു. പിന്നെ എല്ലാവരും പോയി ഷോർട്ട് ഓവർ ജെറ്റ് ചെയ്തു. അപ്പോൾ അന്നത്തെ ദിവസം അങ്ങനെയൊക്കെ പോയി. പിന്നെ ക്വീൻസ് ടൗണിലെ ഈവനിങ് അറ്റ്മോസ്ഫിയർ നല്ലതാണ് ശരിക്കും. കുറച്ച് നല്ലൊരു ലൈവ്ലി ക്രൗഡുണ്ട് അവിടെ ക്വീൻസ് ടൗണിൽ. കുറേ യങ് ക്രൗഡ് വരും, ലോഡ് ഓഫ് ടൂറിസ്റ്റ്, അങ്ങനെ ഒരു ലൈവ്ലി ക്രൗഡാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇനി പോകേണ്ടത് ഒരു ട്രെക്കിങ് ബുക്ക് ചെയ്തിട്ടുണ്ട്, റൂട്ട് ബേൺ ട്രാക്ക് എന്ന് പറയും. ഇപ്പോൾ ന്യൂസിലാൻഡിൽ ഒരു 10 ഗ്രേറ്റ് വാക്സ് ഉണ്ട്. ഗ്രേറ്റ് വാക്സ് എന്ന് പറഞ്ഞാൽ ആ വാക്സിൽ കുറേ ഹട്ട്സ് ഉണ്ട്. അത് നമ്മൾ മുമ്പേ ബുക്ക് ചെയ്യണം, അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യണം. അത് കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ പീറ്റർ ഉള്ളതുകൊണ്ട് പുള്ളി എല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരു 3 ദിവസത്തെ സംഭവമാണ്. 2 ദിവസം ഹട്ടിൽ താമസിക്കണം, 3-ാം ദിവസം തിരിച്ചു വരാം. അപ്പോൾ കാറ് ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചു വരുന്ന വേറൊരു വഴിക്കാണ്. അപ്പോൾ കാറ് വേറൊരു ഡ്രൈവർ, അതിനൊരു സർവീസ് ഉണ്ട്, അവർ കാർ അവിടെ നിന്ന് എടുത്ത് എൻഡ് പോയിന്റിൽ കൊണ്ടുവരും. അപ്പോൾ നമ്മൾ ഈ 3 ദിവസം കൊണ്ട് വാക്ക് ചെയ്ത് അടുത്ത എൻഡ് പോയിന്റ് എത്തി കാറും എടുത്ത് പോവുക, അതാണ് സംഭവം. അപ്പോൾ അങ്ങനെ ഈ റൂട്ട് ബേൺ ട്രാക്ക് അതെന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ നിരപ്പിൽ നിന്ന് തുടങ്ങിയാലും അതിങ്ങനെ കയറി പോവും. ഇങ്ങനെ ഒരു കുറേ ഹൈറ്റിലെത്തി. ഹട്ടൊക്കെ ഇരിക്കുന്ന സ്ഥലങ്ങളെന്ന് വെച്ചാൽ കുറച്ച് ഹൈറ്റിലായിരിക്കും. അവിടെ നല്ല വ്യൂസും ഉണ്ട്. ഹട്ടൊക്കെ ഒരു 5 സ്റ്റാർ ഹട്ട് മോഡൽ എന്ന് പറയും. എന്ന് വെച്ചാൽ അതിൻ്റെ ഗ്ലാസ്സിൽ നിന്നൊക്കെ വ്യൂ നോക്കിയാൽ ശരിക്കും മൗണ്ട് കുക്കൊക്കെ തൊട്ടടുത്ത് നിൽക്കുന്ന പോലെ തോന്നും. അപ്പം ഞങ്ങൾക്ക് ഈ ഹട്ട് ബുക്ക് ചെയ്തപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഹട്ടിൻ്റെ കൂടെ എല്ലാം വരുമെന്ന്, സ്ലീപ്പിംഗ് ബാഗും പുതപ്പും എല്ലാം അതിൻ്റെ കൂടെ വരുമെന്ന്. ചെന്നപ്പോഴാണ് മനസ്സിലായത് ഈ ഹട്ട് എന്ന് പറയുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ബെഡ് മാത്രം താഴെ കാണും, വേറെ ഒന്നുമില്ല. അപ്പോൾ ഈ രാത്രി അവിടുത്തെ തണുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു -2, -3 ഒക്കെ പോവും. അപ്പം പുതയ്ക്കാനൊന്നുമില്ല. അപ്പോൾ താഴെ ഒരു സ്ഥലത്ത് ആളുകൾ ഇങ്ങനെ തീയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് ഹട്ടിൻ്റെ ആളുടെ അടുത്ത് നമ്മൾ പറയുക നമ്മുടെ അടുത്ത് ഒന്നുമില്ല എന്ന്. അപ്പോൾ പുള്ളി നിങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നോ സ്ലീപ്പിംഗ് ബാഗ് കൊണ്ടുവരണോ? ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഇങ്ങനെ പോകുന്നതുകൊണ്ട് ഒന്നും അറിയില്ല. പക്ഷെ പിന്നെ അവിടെ പോയിട്ട് നമ്മൾ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ അടുത്ത് കുറച്ച് പഴയ ബ്ലാങ്കറ്റൊക്കെ കിടപ്പുണ്ട്. അവിടെ ആരോ ഉപേക്ഷിച്ചിട്ട് പോയ ബ്ലാങ്കറ്റ്, എല്ലാം ചെറുതൊക്കെയാണ്, കുട്ടികളുടെയാണെന്ന് തോന്നുന്നു. അപ്പോൾ അതൊന്നും ശരിക്കും കാല് വരെ എത്തില്ല. അപ്പോൾ അതൊക്കെ പുതച്ച്
തണുപ്പത്ത് കഴിച്ച് നീക്കി. പിറ്റേന്ന് പിന്നെയും ഈ യാത്ര തുടരണം. യാത്രയെന്ന് വെച്ചാൽ ട്രക്കിംഗ് ആണ്. അപ്പം ഞാൻ ഇവരിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് മാറിയിട്ടാണ് പോകുന്നത്. അതായത് ഞാൻ കുറച്ചുകൂടെ ആ നേച്ചറൊക്കെ എൻജോയ് ചെയ്ത്, എന്ന് വെച്ചാൽ നടക്കുന്ന വഴികൾ ഭയങ്കര ഫുൾ വാട്ടർഫോൾ ഉണ്ട്, നല്ല നല്ല കളേഴ്സ് ഉണ്ട്, ഷെയ്ഡ്സ് ഓഫ് ഡിഫറെൻറ്റ് ട്രീസ്. അപ്പോൾ അതൊക്കെ ആസ്വദിച്ച് ഞാനിങ്ങനെ പയ്യെ കുറച്ച് പിന്നിലായി. അപ്പം വരുന്ന വേറെ ട്രക്ക് വരുന്ന ആളുകളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ആയിട്ട് സംസാരിച്ച് ഞാൻ കുറച്ചുകൂടെ ഇങ്ങനെ പയ്യൊക്കെയാണ് പോകുന്നത്. കുറേ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഇവർ കുറച്ച് ഫാസ്റ്റായിട്ട് പോയെന്ന് തോന്നുന്നു. എന്തായാലും ഇവരെന്നെ കാണാതെ അവർ വിചാരിച്ച് ഞാൻ ലോസ്റ്റ് ആയെന്ന്. അപ്പം ഈ പീറ്റർ മറ്റേ മിലിറ്ററി മാൻ ആണല്ലോ, പുള്ളി പോൾസ് എന്ന് കല്ല് വെച്ചിട്ട് ഒരു സ്ഥലത്ത് എഴുതി ഡയറക്ഷനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അവിടെ ചെന്നപ്പോൾ. അപ്പം അടുത്ത ഹട്ടിലോട്ടുള്ള അവിടെ മീറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ ഡയറക്ഷനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത ഹട്ട് ചെന്ന് അവിടെ സ്റ്റേ ചെയ്തു. മൂന്നാമത്തെ ദിവസം ഞങ്ങൾ ശരിക്കും കുറച്ച് നേരത്തെ തീർന്നു. അവർ കുറച്ച് ഫാസ്റ്റായിട്ടാണ് പോയത് ട്രക്കിങ്. അപ്പം ശരിക്കും 3 ദിവസം എടുക്കേണ്ട സമയം ഒരു 2 ദിവസം കൊണ്ട് തന്നെ ഏകദേശം തീർന്നു ട്രക്കിങ്. അപ്പം അങ്ങനെ ഒരു റൂട്ട് ബേൺ ട്രാക്ക് ഭയങ്കര ഒരു മെമ്മറി ആയിട്ട് കിടപ്പുണ്ട് ആ ട്രക്കിങ്. ന്യൂസിലൻഡിൽ ആദ്യമായിട്ട് ചെയ്ത ഒരു ഗ്രേറ്റ് വാക്ക്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും മറ്റ് ഗ്രേറ്റ് വാക്സ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ആദ്യത്തെ ഗ്രേറ്റ് വാക്ക് ശരിക്കും ഒരു മെമ്മറി ആയിട്ട് കിടപ്പുണ്ട്. എസ്പെഷ്യലി ആ കല്ല് വെച്ചിട്ട് പോൾസ് എന്നെഴുതിയ ഒരു സംഭവം, അതിപ്പോഴും അതിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ക്വീൻസ്റ്റൗൺ കഴിഞ്ഞിട്ട് റൂട്ട് ബേൺ ട്രാക്ക് കഴിഞ്ഞ് നേരെ പോകുന്നത് ബ്ലഫിലോട്ടാണ്. ബ്ലഫ് എന്ന് പറഞ്ഞാൽ സദേൺ മോസ്റ്റ് പോയിന്റ് ഓഫ് ന്യൂസിലാൻഡ്. അത് ശരിക്കും ലാൻഡിലെ സദേൺ മോസ്റ്റ് പോയിന്റ്, പക്ഷേ സീയിൽ സ്റ്റെവേർട്ട് ഐലൻഡ് എന്ന് പറഞ്ഞൊരു ഐലൻഡ് ഉണ്ട്, അതാണ് ഏറ്റവും സദേൺ മോസ്റ്റ് പോയിന്റ്. അപ്പോൾ ബ്ലഫിൽ ചെല്ലുമ്പോൾ അവിടെ ബ്ലഫിൽ ഇതിട്ടുണ്ട് ഇവിടുന്ന് ഇത്ര ഡിസ്റ്റൻസ് ഓരോ സ്ഥലത്തോട്ട്, അന്റാർട്ടിക്കയിലോട്ട് ഇത്ര ഡിസ്റ്റൻസ്, ഓരോരോ സിറ്റീസിലോട്ട് ഇത്ര ഡിസ്റ്റൻസ് എന്ന് കറക്റ്റായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ശരിക്കും ഒരു നല്ലൊരു മൊമെൻ്റാണത്. ന്യൂസിലൻഡിൻ്റെ സദേൺ മോസ്റ്റ് പോയിന്റിലെത്തി. അവിടെ നിന്ന് കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ അന്റാർട്ടിക്ക എത്തും, ആ ഒരു പോയിന്റിലെത്തി. അപ്പോൾ അതൊക്കെ ഒരു ഭയങ്കര മെമ്മറി ആയിട്ട് ഇപ്പോഴുണ്ട്. അപ്പോൾ ആദ്യത്തെ വർഷം തന്നെ ന്യൂസിലൻഡിൽ എത്തിയിട്ട് ഇത്രയും തന്നെ ട്രാവൽ ചെയ്യാൻ പറ്റിയതൊക്കെ ഒരു നല്ലൊരു ഓർമ്മയായിട്ട് ഇപ്പോഴും കിടപ്പുണ്ട്. ബ്ലഫിലൊരു ഫേമസ് എന്ന് പറഞ്ഞാൽ ബ്ലഫ് ഓയിസ്റ്റർ, അത് ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ അവിടെ നിന്ന് ബ്ലഫ് ഓയിസ്റ്റർ ട്രൈ ചെയ്തു. വെനിസൺ, മറ്റേ ഡിയറിൻ്റെ മീറ്റ്. ന്യൂസിലൻഡിൽ ഡിയർ ഫാംസ് ഉണ്ട്, അപ്പം വെനിസൺ മീറ്റ് നന്നായിട്ട് കിട്ടും. അപ്പോൾ വെനിസൺ ബർഗർ, അപ്പോൾ അതൊക്കെ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്ന അവിടെ വെച്ചിട്ടാണ്. അപ്പോൾ ബ്ലഫിൽ നിന്ന് പിന്നെ നമ്മൾ കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ ഈ ആൽബട്രോസിനെയൊക്കെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്. ഈ ആൽബട്രോസ് എന്ന് പറഞ്ഞാൽ ലോങ്ങസ്റ്റ് വിങ് സ്പാൻ ഉള്ളൊരു ബേർഡാണ്. അപ്പോൾ അത് ശരിക്കും കുറേ നേരം വാച്ച് ചെയ്യണം. അപ്പം നമ്മൾ ആദ്യം കാണുന്ന ബേർഡ് ചിലപ്പോൾ ആൽബട്രോസ് ആയിരിക്കത്തില്ല, അത് സാധാ സീ ബേർഡ്സ് ഒക്കെ ആയിരിക്കും. കുറേ ദൂരെ കാണും. കുറേ നല്ല വിൻഡി കണ്ടീഷൻസ് ഒക്കെ വന്നു കഴിയുമ്പോൾ ഇങ്ങനെ ആൽബട്രോസ് വരുന്നത് ശരിക്കും കാണാം. അതിങ്ങനെ ആ വിൻഡിനാണ്, അത് നല്ല ഇഷ്ടമാണ് വിൻഡ്. അപ്പോൾ വിൻഡിൽ അതിങ്ങനെ നല്ല വിങ് സ്പാനൊക്കെ ആയിട്ട് വരുന്നത് കാണാം. അങ്ങനെ ആൽബട്രോസിനെ കണ്ടു. പിന്നെ ഒരു യെല്ലോ ഐഡ് പെൻഗ്വിൻ എന്ന് പറഞ്ഞാൽ വളരെ റെയർ ആയിട്ടുള്ളൊരു പെൻഗ്വിനാണ് യെല്ലോ ഐഡ് പെൻഗ്വിൻ. അപ്പോൾ അത് ഹാച്ച് ചെയ്യുന്നൊരു ഏരിയ ഉണ്ട് അവിടെ. അപ്പോൾ അതിങ്ങനെ ഹാച്ച് ചെയ്യുന്നത് കാണാം. ഇതെല്ലാം എനിക്കിതിനെ പറ്റി യാതൊരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷേ പീറ്റർ പ്ലാൻ ചെയ്തുകൊണ്ട് നമ്മളിതെല്ലാം പോയി കണ്ടു. അപ്പോൾ ഞങ്ങൾ വെസ്റ്റ് കോസ്റ്റിലോട്ട് പിന്നെയും പോകുന്നു. പക്ഷേ ഇനിയും താഴോട്ട് പോകാനുള്ള സമയമില്ല. ഞങ്ങളുടെ 16 ദിവസമുള്ള ട്രിപ്പ് ഏകദേശം ആവാറായി. അടുത്തത് നേരെ ബോട്ട് പിടിച്ച് നോർത്ത് ഐലൻഡിൽ പോയിട്ട് അവിടെ നിന്ന് ഫ്ലൈറ്റ് എടുത്ത് ഓക്ലൻഡിൽ ചെല്ലണം. അപ്പം 1-2 സ്ഥലമാണ് കാണാനുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ പുക്കയാക്കി എന്ന് അതൊരു പ്രത്യേക ഒരു സ്ഥലമാണ്. ഒരു കേക്ക് ഷേപ്പിലുള്ള ഒരു റോക്ക് ഫോർമേഷൻ ഉണ്ട് അവിടെ. പാൻ കേക്ക് റോക്സ് എന്നാണ് പറയുന്നത്. നല്ലൊരു കാണാൻ നല്ല സ്ഥലങ്ങളാണ്. അതിൽ ബ്ലോ ഹോൾസ് ഉണ്ട്. ബ്ലോ ഹോൾസ് എന്ന് പറഞ്ഞാൽ വെള്ളം വന്നിട്ട് ഈ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ വന്നിട്ട് അതിങ്ങനെ ഭയങ്കര ശക്തിയിൽ മുകളിലോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടു. നേരെ അവിടെ നിന്ന് പിക്ടൺ എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് നോർത്ത് ഓഫ് സൗത്ത് ഐലൻഡ്, അവിടെ നിന്ന് ഒരു ബോട്ട് എടുക്കണം, ഫെറി ടു വെല്ലിംഗ്ടൺ. ആ ഫെറി എന്ന് പറഞ്ഞാൽ ഒരു 3-3.5 മണിക്കൂർ എടുക്കും ശരിക്കും. ഒരു വലിയ ഫെറി കേട്ടോ. അത് പോകുന്ന നല്ല അതിൻ്റെ അകത്ത് നല്ല സൗകര്യങ്ങളൊക്കെ ഉള്ള ഫെറിയാണ്. എന്തെങ്കിലും ഡ്രിങ്ക്സ് കിട്ടും അതിൻ്റെ അകത്ത്, നല്ല കുറേ നേരം വിശ്രമിക്കാം. അപ്പോൾ ഏകദേശം ഞങ്ങൾ ട്രിപ്പൊക്കെ കഴിഞ്ഞ് നന്നായിട്ട് ക്ഷീണിച്ചായിരുന്നു. അപ്പം ബോട്ട് റൈഡൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്ത് ഈ ഡോൾഫിനെയൊക്കെ കാണാൻ പറ്റും. ഞങ്ങൾ കുറേ നേരം നോക്കിയിരുന്നു മറ്റേ വെയിൽസിനെയൊക്കെ കാണാൻ പറ്റുമെന്ന്, പക്ഷെ അങ്ങനെയൊന്നും കണ്ടില്ല. ഡോൾഫിനെയൊക്കെ കണ്ടു. പിന്നെ വെല്ലിംഗ്ടൺ എത്തി. വെല്ലിംഗ്ടൺ എന്ന് പറഞ്ഞാൽ ലൈക്ക് ഇറ്റ്സ് എ ക്യാപിറ്റൽ.
അവിടെ വേറെ വലിയ പ്ലാനുകളൊന്നുമില്ല. അവിടുത്തെ പാർലമെൻറ്റ് കാണാൻ പോയി. അതൊരു ഹണികോം സ്ട്രക്ചറിലുണ്ടാക്കിയിരിക്കും പാർലമെൻറ്റ്. അപ്പോൾ പാർലമെൻറ്റ് അകത്ത് നമുക്ക് വേണമെങ്കിൽ സെഷൻ അറ്റൻഡ് ചെയ്യാം. അത് മുമ്പേ ബുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നേരെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ പാർലമെൻറ്റ് ഇൻ സെഷൻ ആണെങ്കിൽ നേരെ പോയി അറ്റൻഡ് ചെയ്യാം. അപ്പോൾ അതൊക്കെ ഒരു ഫസ്റ്റ് ഇയറിലൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ന്യൂസിലൻഡിൽ. പിന്നെ ഏകദേശം 16 ദിവസം ആവാറായി. അപ്പോൾ ഞങ്ങൾ ഫൈനൽ ഫ്ലൈറ്റ് എടുത്ത് ഓക്ലൻഡിലോട്ട് പോവുക. ഇത്രയും ദിവസം ഒരു റോഡ് ട്രിപ്പ് എന്ന് പറയുന്നത് ഐ തിങ്ക് ഇറ്റ് വാസ് എ യുണീക്ക് ഓപ്പർച്യൂണിറ്റി. ആദ്യത്തെ വർഷം തന്നെ ന്യൂസിലൻഡിൽ വന്നു, ഇത്രയും സ്ഥലങ്ങൾ ഒന്നിച്ച് കാണാൻ പറ്റി. അതായിരുന്നു ഇൻസ്പിറേഷൻ. പിന്നെയും ട്രാവൽ ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷനും അത് തന്നെയായിരുന്നു.